സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ അസാധാരണവും ശക്തവുമായ പോരാട്ടങ്ങൾക്കാണ് ഇത്തവണ കേരളം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് വടകരയിലെ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിന്നും വ്യക്തമായി. ജനസമിതിയുള്ള സിറ്റിംഗ് MLA-മാർ ഉൾപ്പെടെയുള്ളവരെ തെരഞ്ഞെടുപ്പിടിച്ച് ഇടതുമുന്നണി സ്ഥാനാർത്ഥി പട്ടിക നേരത്തെ പുറത്തിറക്കി ഒരു പടി മുന്നിലെത്തിയെങ്കിലും അതിനെ വെല്ലുന്ന ജനസമ്മതരും പ്രഗത്ഭരുമായ നേതാക്കളെ കൊണ്ട് സമ്പന്നമാക്കി വലതുമുന്നണിയും സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതോടുകൂടി കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തീപാറുന്ന പോരാട്ടങ്ങൾക്ക് വേദിയാവുകയാണ്. അപ്പോഴും ഇന്ത്യ ഭരിക്കുന്ന NDA മുന്നണി സ്ഥാനാർത്ഥി നിർണയത്തിൽ താളം തെറ്റിയതാണ് കേരളത്തിലെ ഇത്തവണത്തെ വലിയ പ്രത്യേകത. കേരളത്തിലെ മത്സരം ഇടത് വലത് മുന്നണികൾ തമ്മിലാണെങ്കിലും ദേശീയ പോരാട്ടം എന്ന നിലയ്ക്ക് BJPക്കും ഏറെ പ്രസക്തിയുണ്ട്. 2019 തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും പ്രത്യേകതകൾ ഏറെയുള്ളതാണ്. നരേന്ദ്രമോദിയുടെ കേന്ദ്രഭരണവും അപ്രമാദിത്വവും അവസാനിപ്പിക്കാൻ പ്രതിപക്ഷം ഒന്നടങ്കം ശ്രമിക്കുമ്പോൾ പിടിച്ചു നിൽക്കേണ്ടത് BJPയുടെ അഭിമാന പ്രശ്നമാണ്. കോൺഗ്രസിനാണെങ്കിൽ തകർന്നടിഞ്ഞ അവസ്ഥയിൽ നിന്നും തിരിച്ചുവരവിൻ്റെ പാതയിൽ അനേകം കക്ഷികൾ പിന്തുണ വാഗ്ദാനം ചെയ്യുന്നു. രാഹുൽ ഗാന്ധിക്കും അതുകൊണ്ട് ഇത് ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. CPM-നാണെങ്കിൽ ഇനിയും സീറ്റ് കുറഞ്ഞാൽ പാർട്ടി പാർലമെൻറ്റിൽ നിന്നും അപ്രത്യക്ഷമാകും. അങ്ങനെയുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ കേരളം ആരെ പിന്തുണക്കും എന്ന് പരിശോധിക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പിൻബലവും വോട്ട് ബാങ്കും പലയിടത്തും മാറിമറിഞ്ഞേക്കും എന്നു തന്നെയാണ് സൂചന. ഇത്തവണ കേരളത്തിൽ കണ്ട ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് വടകരയിലേത്. UDF-ലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ 10 വർഷമായി MP ആയിരിക്കുന്നതും CPM-ന് ശ്രദ്ധിച്ചാൽ എളുപ്പത്തിൽ പിടിച്ചെടുക്കാൻ പറ്റുന്നതുമായ ഒരു ഇടതുകോട്ടയാണ് കടത്തനാടൻ മണ്ണ്. അതുകൊണ്ടാണ് CPM-ലെ കരുത്തനും ഒരുപക്ഷെ കേരള മുഖ്യമന്ത്രിയെപ്പോലും പാർട്ടിക്കകത്ത് നിയന്ത്രിക്കാൻ കരുത്തുള്ള കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ വടകര തിരഞ്ഞെടുത്തത്. അവസാനം UDF-ൻ്റെ സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോൾ ജയരാജനെ പോലും ഞെട്ടിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യർ K. കരുണാകരൻ്റെ മകൻ്റെ വടകരയിലേക്കുള്ള വരവ്. രാഷ്ട്രീയത്തിൽ 18 പയറ്റിത്തെളിഞ്ഞ മുരളീധരൻ ഈ കടത്തനാടൻ മണ്ണിലും അംഗം വെട്ടാൻ തെല്ലും പരിഭ്രമിക്കുന്നില്ല. അതിനാൽ വടകരയിലേക്കുള്ള ഈ പടനായകൻ്റെ വരവ് മലബാറിലെ തന്നെ പടയാളികൾക്കും മുന്നണികൾക്കും ഒന്നടങ്കം ആവേശമാണ് നൽകിയിരിക്കുന്നത്. ചില സർവേ ഫലങ്ങൾ പറഞ്ഞതുപോലെ മലബാറിൽ 8-ൽ 7-ഉം ചിലപ്പോൾ 8-ഉം UDF നേടും എന്ന് കണ്ടപ്പോൾ അതിനെ മറികടക്കാൻ ശക്തരെ തന്നെ ഇടതുമുന്നണി കളത്തിലിറക്കുകയായിരുന്നു. UDF ആകട്ടെ മാധ്യമങ്ങളിലൂടെ പാർട്ടിക്കായി ഗർജിക്കുന്ന ഉണ്ണിത്താനെയും K. സുധാകരനെയും സിദ്ദിഖിനെയും കളത്തിലിറക്കി ഇതിനെ പ്രതിരോധിച്ചു. അവസാനം വടകരയിലേക്കുള്ള മുരളീധരൻ്റെ വരവ് അത് AICCയുടെ തന്ത്രപരമായ തീരുമാനം വടകരയിൽ മാത്രമല്ല മലബാറിലെ മറ്റു മണ്ഡലങ്ങളിലും UDF-ൻ്റെ വിജയമന്ത്രങ്ങൾ പ്രതിധ്വനിക്കുന്നു എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ.